ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്. പക്ഷേ സിസ്റ്ററിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പ പണിക്കുന്ന പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിലെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ അപ്പോൾ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിന്റെ ട്രീറ്റ്മെന്റ് ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്തതിന്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബൈ, സീ യു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ കാണാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ പറയുന്നത് ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ആ ക്ലിനിക്കുമായിട്ട് തട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ് ഈ ആരോപണം പറഞ്ഞിരിക്കുന്നത് പേ ബൈ കല്യാണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നും. ഇതിൽ കല്യാണി പറയുന്ന മറ്റൊരു ആരോപണമാണ് ഈ ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് അവർ MBBSും BDSും അതുപോലെ 3 മാസത്തെ 6 മാസത്തെയും കോഴ്സായിട്ടാണ് ഡെർമറ്റോളജി പഠിച്ചിരിക്കുന്നതെന്ന്. ഈ 3 മാസത്തെ അല്ലെങ്കിൽ 6 വർഷത്തെയോ കോഴ്സായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവർ കഷ്ടപ്പെട്ട് പഠിച്ച് തന്നെയല്ലേ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കിട്ടിയതൊന്നും അല്ലല്ലോ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ്. ഒരുപാട് ബുദ്ധിമുട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഇത് പഠിച്ചെടുത്തത്. അതുപോലെ തന്നെ കല്യാണിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം, 8 മാസം കല്യാണി ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് പറയുന്നു. ഈ 8 മാസത്തിനിടയ്ക്ക് കല്യാണി എത്രയോ പ്രോഡക്റ്റ്സ് കല്യാണിയുടെ മുഖത്ത് തന്നെ ഇട്ട് വീഡിയോസ് ചെയ്തേക്കുന്നു. ഈ വീഡിയോസിലെല്ലാം കല്യാണി പറയുന്നുണ്ട് ഇതെൻ്റെ ഫേവറേറ്റാണ്, ഇതാണ് എനിക്ക് ഇങ്ങനെ തന്നത്, എൻ്റെ മുഖത്തെ ഗ്ലോ കണ്ടോ, എൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു യെല്ലോ കളർ മാറി, ഒരു നല്ല ബ്രൈറ്റർ ലുക്ക് തന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോഡക്റ്റ്സ് കല്യാണി ഇട്ടിട്ടുണ്ട്. ഈ 8 മാസം 8 പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് കല്യാണി പറയുക ഈ ഡോക്ടർ ചെയ്തു തന്ന ട്രീറ്റ്മെൻറ്റ് ഒന്നും ശരിയല്ല, ഈ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം എനിക്ക് ഒരു എഫക്റ്റും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? കല്യാണി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കല്യാണി ഫോളോ ചെയ്തിട്ടാണ്, ഡോക്ടറെ കുറ്റം പറഞ്ഞെങ്കിൽ നമുക്ക് സമ്മതിക്കാം, ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടാണ് കല്യാണിക്ക്, എന്നിട്ടും കല്യാണിക്ക് ഇതൊരു എഫക്റ്റ് ഉണ്ടാകത്തോണ്ടാണ് കല്യാണി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞതല്ലാതെ കല്യാണി കുറേ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി കുറേ പ്രോഡക്റ്റ്സ് വാങ്ങി അതൊക്കെ മുഖത്തിട്ട് കാണിച്ചിട്ട് അവസാനം കല്യാണി ഓർത്ത് എനിക്ക് ഈ ക്ലിനിക്കിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ കിട്ടിയില്ല, എനിക്കൊരു മോശമായ അഭിപ്രായം വന്നു എന്ന് പറഞ്ഞ് ആ ഡോക്ടേഴ്സിനെയും കുറ്റം പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? കല്യാണിയാണെങ്കിൽ ചിന്തിക്കാത്തൊരു കാര്യം, കല്യാണിയുടെ ഈ വീഡിയോസ് കണ്ട് ഇൻഫ്ലുവൻസായി ഒരുപാട് പേര് ഈ പ്രോഡക്റ്റ്സ് വാങ്ങണം. കല്യാണിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ കല്യാണിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റി, കല്യാണിയുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട്. പക്ഷെ മറ്റാൾക്കാർക്ക് ഇത് പറ്റണമെന്നില്ല.